मानव सेवा, परम धर्म, सारा संसार मेरा घर। ഒരു മാലാഖയെയും ഒരു വൈദികനെയും ഒന്നിച്ചു കണ്ടാൽ ആദ്യം അഭിവാദ്യം ചെയ്യേണ്ടത് വൈദികനെയാണെന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇപ്രകാരം ഏറ്റവും ആദ്യം അഭിവാദ്യമർഹിക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠനെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക ജീവനെ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിച്ചറിഞ്ഞിരിക്കുന്ന ഈ വൈദിക ശ്രേഷ്ഠൻ അതേ ദൈവിക ജീവനെ അനേകായിരങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് മിഷൻ മേഖലയിൽ ഒരു വലിയ പ്രകാശഗോളമായി ജ്വലിച്ചു നിൽക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന സുവിശേഷം അതിൻ്റെ തനിമയിൽ തന്നെ ജീവിച്ച് ഇണക്കി വിളക്കി മുൻപോട്ടു പോകുന്നു എന്നതാണ് ഈ വൈദിക ശ്രേഷ്ഠനെ വ്യത്യസ്തനാക്കുന്നത്. ഇത് മറ്റാരുമല്ല, ഫാദർ മൈക്കിൾ പൊറാട്ടുകര എന്ന ഔദ്യോഗിക നാമമുള്ള സദാനന്ദനച്ഛനെന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട സ്വാമിയച്ഛനാണ്. സ്വാമിയച്ഛനെ ഈ എപ്പിസോഡിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാമിയച്ഛനെ വളരെ വ്യത്യസ്തനായ അച്ഛനെ പരിചയപ്പെടുത്തുന്നതിൽ സന്തോഷം. അച്ഛൻ്റെ ജന്മദേശം എവിടെയാണ്? തൃശ്ശൂർ രൂപതയിലെ ഒല്ലൂർ എന്ന സ്ഥലത്താണ് എൻ്റെ ജന്മദേശം. ഒല്ലൂരിൻ്റെ പ്രത്യേകത എന്തെങ്കിലും പറയാനുണ്ടോ? കൊച്ചുനാൾ കെട്ടിയിരിക്കുന്നത് ചിന്നറോമ എന്നാണ്. അതിന് 3000-ൽ കൂടുതൽ ഫാമിലികളുള്ള ഒരു വലിയ ഇടവകയാണ്. ഇപ്പോഴത്തെ വൈദിക സന്യാസ കഴിഞ്ഞ സംഗമത്തിൽ കണക്കനുസരിച്ച് ഒരു 300-ൽ കൂടുതൽ സിസ്റ്റേഴ്സും 38ഓളം അച്ഛന്മാരും ഈ ഇടവകയിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ദൈവവിളി കൊണ്ട് അനുഗ്രഹീതമായ ഒരു ഇടവകയാണ്. തീർച്ചയായിട്ടും. പൊറാട്ടുകര എന്ന വീട്ടുപേര്. പൊറാട്ടുകര എന്ന വീട്ടുപേര്. വീട്ടിൽ ഇപ്പോഴും ഉള്ളതാരൊക്കെ? ഇപ്പോൾ ഞങ്ങൾ 10 മക്കളാണ്. അപ്പനും അമ്മയും സ്വർഗവാസത്തിന് വേണ്ടി തിരിച്ചു കഴിഞ്ഞു. 10 മക്കൾ, ഞങ്ങൾ 7 ആൺകുട്ടികളും 3 പെൺകുട്ടികളാണ്. ഞാൻ ജ്യേഷ്ഠൻ ഉണ്ട്, പിന്നെ ഞാൻ രണ്ടാമത്തെ ദൂർത്തപുത്രനായ അച്ഛനാണ്. പിന്നെ ഞങ്ങൾ 7 സഹോദരങ്ങളും 3 പെൺകുട്ടികളാണ്. ബാക്കി എല്ലാവരും കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കും? അല്ല. എൻ്റെ താഴെയുള്ള ഒരു സഹോദരി ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിലും താഴെയുള്ളൊരു സഹോദരൻ CMI കോൺഗ്രിഗേഷനിലും ഞങ്ങളുടെ പ്രൊവിൻസിലുമാണ്, ഫാദർ ജോസ് ആൻഡോ എന്ന് പറഞ്ഞ ആൾ. പിന്നെ വേറൊരു സഹോദരി ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേര് ഞങ്ങൾ റിലീജിയസ് ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ദൈവവിളിയിലേക്ക് പോകുന്നതിന് മുൻപ് വിദ്യാഭ്യാസമൊക്കെ ഒല്ലൂർ തന്നെയായിരുന്നു? 9ാം ക്ലാസ് വരെ ഒല്ലൂർ തന്നെയായിരുന്നു. 9ാം ക്ലാസ്സിന് ശേഷം ഞാൻ പിന്നെ സന്യാസത്തിലേക്ക് പ്രവേശിച്ചതുമായിട്ട് പിന്നെ സന്യാസ ഭവനങ്ങളാണ് വിദ്യാഭ്യാസം നടന്നത്. ഇപ്പോൾ ദൈവവിളി തിരഞ്ഞെടുക്കാൻ ഏറ്റവും കൂടുതൽ പ്രേരണയായത് അമ്മയാണ് ഏറ്റവും കൂടുതൽ പ്രേരണയായത്. അമ്മയുടെ പ്രേരണയും അപ്പൻ്റെ മനുഷ്യരോടുള്ള സമീപന രീതികൾ, സേവനത്തിനുള്ള ആളുടെ ദാഹം എന്നെ വളരെയേറെ സ്പർശിച്ചിട്ടുണ്ട്. എവിടെ ആവശ്യമുണ്ടോ അവിടെ ഓടിച്ചെല്ലണമെന്നാണ് ഞങ്ങൾക്കുള്ള ഔദ്യോഗിക കൽപ്പന. ഏത് സഭയിലാണ് ചേർന്നിരിക്കുന്നത്? ഞാൻ ഇവിടെ CMI സഭ എന്ന് പറയും, സഭയിലാണ് ഞാൻ ചേർന്നിരിക്കുന്നത്.
കേരളത്തിലെ ചാവറച്ചനാണ് ഞങ്ങളുടെ ഫൗണ്ടർ അച്ഛൻ. അപ്പോൾ വാഴ്ത്തപ്പെട്ട ചാവറച്ചനാണ്. അനുജനും CMI സഭയിൽ തന്നെയാണ്. അനുജനും CMI സഭയിൽ തന്നെയാണ്. അച്ഛൻ CMI സഭയിലായതുകൊണ്ട് ആ ഒരു പിന്തുടർച്ച എന്നോണമാണോ അനുജനും അങ്ങോട്ട്? അനുജൻ അതെനിക്കറിയില്ല. ഒരു കാര്യം എനിക്കറിയാം, ആള് SSLC പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന സമയത്താണ്, ഒരു വർഷം കഴിഞ്ഞു പുള്ളി. അപ്പോഴാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഞാനും ചേട്ടൻ്റെ സഭയിലേക്ക് ചേരാൻ വരികയാണെന്ന് പറഞ്ഞത്. അപ്പം ഞാനൊത്തിരി മുടക്കാൻ നോക്കി, കാരണം ഈ തുടങ്ങിയ പരീക്ഷ അവസാനിപ്പിച്ചിട്ട് ചേർന്നോ, അതിനൊന്നും ആൾ വഴി തന്നില്ല. ആൾ പറഞ്ഞു ദൈവം വിളിക്കുന്നു, ഞാൻ പോകണു, അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. പിന്നെ അതിനോട് ഞാൻ സഹകരിക്കുകയാണ് ചെയ്യുന്നത്. കുടുംബത്തിൽ സഹോദരരല്ലാതെ തൊട്ടടുത്ത ബന്ധുക്കളാരെങ്കിലും ദൈവവിളി സ്വീകരിച്ചിട്ടുണ്ടോ? എൻ്റെ അപ്പൻ്റെ 2 സഹോദരിമാർ, സിസ്റ്റർ അന്ന CMC, സിസ്റ്റർ സർഫീന CMC. പിന്നെ അപ്പാപ്പൻ്റെ ഒരു പെങ്ങളും സിസ്റ്റർ ആൻ്റോണിയ, വേറെ സിസ്റ്റർ അന്ന. അങ്ങനെ 4 പേര് പണ്ട് ദൈവവിളി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ സിസ്റ്റർ അന്നയും സിസ്റ്റർ സർഫീനയും ഞങ്ങൾ ദൈവവിളിയെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പം ദൈവവിളികൾ കൊണ്ട് സമ്പന്നമായ ഒരു കുടുംബമാണ് അങ്ങയുടെ. അതൊന്ന് സാഹചര്യം കിട്ടി, ദൈവം അത് ഒരുക്കി തന്നതിന് വേണ്ടിയിട്ടത് ഒരുക്കി തന്നു. പിന്നെ കൊച്ചുനാളിൽ 4ാം ക്ലാസ് മുതൽ കുർബാനയ്ക്ക് കൂടാൻ പഠിച്ചു. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. ബാലസംഘത്തിൽ നിന്നു അതിന് സഹകരിച്ച്. അപ്പോൾ ആൾത്താർക്ക് ചുറ്റും നീങ്ങുന്ന ഓരോ നിമിഷങ്ങളും ധന്യമായിട്ട് ഇന്നും മനസ്സിൽ കാണുന്നത്. ആദ്യം വിശുദ്ധ കുർബാന സ്വീകരിച്ച അവസരമൊക്കെ മനസ്സിൽ അത് ഇപ്പോഴും മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. അന്ന് ഹൃദയത്തിൽ വന്ന യേശുവിനെ കയ്യിലെടുക്കാനുള്ള ആഗ്രഹം മനസ്സിൽ അന്ന് ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അമ്മച്ചിയുടെ പ്രാർത്ഥനയും ആൻറ്റിമാരായ സിസ്റ്റേഴ്സിൻ്റെ നിരന്തരമായ പ്രോത്സാഹനമെല്ലാം ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് യേശുവിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് കടന്നു വന്നതാണ്. തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂർ എന്ന സ്ഥലത്ത് പൊറാട്ടുകര കുടുംബത്തിലെ ആൻ്റണി വേറോണിക്ക ദമ്പതിമാരുടെ 10 മക്കളിൽ 2ാമനാണ് ഫാദർ മൈക്കിൾ എന്ന സ്വാമിയച്ചൻ. പ്രാർത്ഥനയാൽ കെട്ടിപ്പടുത്ത ഈ കുടുംബത്തിൽ പിന്നെയും 3 ദൈവവിളികളുണ്ടായി. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിൽ സിസ്റ്റർ ലിസാൻഡോ, അതേ കോൺഗ്രിഗേഷനിൽ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ പ്രിസാൻഡോ, പിന്നെ ഏറ്റവും ഇളയ സഹോദരനായ ഫാദർ ജോസാൻഡോ. എൻ്റെ പേര് ജൊസാൻഡോ, അച്ഛനാണ്. ഞാൻ സ്വാമിയച്ഛൻ്റെ സമൂഹത്തിലെ സ്വാമിയച്ഛൻ്റെ സഭയിൽപ്പെട്ട ഒരച്ഛനാണ്. ഞാനിവിടെ ഏതാനും നാളുകളായിട്ട് ഇവിടെ അടുത്തുള്ളൊരു ആസ്പത്രിയിൽ ശുശ്രൂഷ ചെയ്ത് വരികയാണ്. ഡോക്ടറായിട്ട് കുറേ മാനസിക രോഗികളെ ശുശ്രൂഷിക്കുകയാണ് എൻ്റെ ധർമ്മമായിട്ട് ഞാൻ ഈ നാളുകൾ ചെലവഴിക്കുന്നത്. സ്വാമിയച്ഛനെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. സ്വാമിയച്ഛൻ എപ്പോഴൊക്കെ ഞങ്ങളവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഉത്സവമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ആഘോഷമായി തീരാറുണ്ട്. വീട്ടിലും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിലും അതുപോലെ തന്നെ ഞങ്ങളുടെ അയൽപ്പക്കത്തും ഞങ്ങളുടെ നാട്ടിലൊക്കെ ആൾ വരുമ്പോൾ ധാരാളം ആളുകൾ ഒന്നിച്ചു കൂടാറുണ്ട്. ഒരു പ്രത്യേക ജീവിതശൈലി അദ്ദേഹത്തിനുള്ളത് കൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള ഒരു ആഭിമുഖ്യം ആളുകളിൽ ജനിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ ഒരു പക്ഷേ ഞങ്ങളുടെ സഭയിൽ തന്നെ ചില പ്രത്യേകതകളും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തന്നെ വളരെ ഡിഫറെൻ്റ് ലെവലിലാണ് അദ്ദേഹം ചിന്തിക്കുന്നതും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയുമെല്ലാം എല്ലാവരെയും വളരെ ആകർഷിക്കത്തക്ക രീതിയിലാണ്. ഒരു പക്ഷേ ആൾ ചിന്തിച്ചു പോകും അച്ഛൻ തന്നെയാണോ എന്ന് അദ്ദേഹത്തിൻ്റെ വേഷത്തിൽ കാണുമ്പോൾ. ഞങ്ങളുടെ സഭ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി കണ്ട് തന്നെ എല്ലാം അങ്ങനെ അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ശൈലി ഉടനെ തന്നെ ഉണ്ടായതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുനാൾ മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഇവിടെ. ആദ്യം സെമിനാരി ചേർന്നത് മുതൽ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ജീവിതശൈലിയിലേക്ക് നയിക്കത്തക്ക രീതിയിലുള്ളൊരു ആഭിമുഖ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ്. സെമിനാരി തന്നെ ആയിരിക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്
പ്രത്യേകിച്ച് ലളിത ജീവിത ശൈലിയിൽ കടക്കാനുള്ള ഒരു പ്രവണത പ്രചോദനം എങ്ങനെയൊക്കെയോ അദ്ദേഹത്തിന് ആർജിച്ച് കിട്ടിയിട്ടുണ്ട്. പഠന സമയത്ത് തന്നെ അദ്ദേഹം സെമിനാരിൽ നിന്ന് മാറി വേറൊരു വയലിലെ പുറത്ത് കുടില് കെട്ടി മറ്റ് 2 സഹോദരന്മാരുമായിട്ട് ഒന്ന് ജീവിച്ചുകൊണ്ട് അവിടെ നിന്ന് തനിച്ച് ഭക്ഷണം പാകം ചെയ്ത് തനിച്ച് എല്ലാ കാര്യം ചെയ്ത് കഴിഞ്ഞ് സെമിനാരിൽ നിന്ന് പഠിക്കുന്ന ഒരു ശൈലി തന്നെ അദ്ദേഹം തുടങ്ങി. അച്ഛനായതിനു ശേഷം ഈ ജീവിത ശൈലി, ഈ ലളിതമായ ജീവിത ശൈലി മുഴുവനും അദ്ദേഹത്തെ അനുഭവത്തിൽ കൂടിയാണ് കൊണ്ടുവന്നത്. അദ്ദേഹം പട്ടം കഴിഞ്ഞതിന് ശേഷം പറയണമെങ്കിൽ സാധാരണ ആളുകളെ പോലെ ജീവിക്കാൻ ശ്രമിച്ചു. സാധാരണ ആളുകളുടെ വേദനയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം തൻ്റേതായുള്ള കൂലിവേല പണികളിൽ കൂടെ, അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്നതിൽ കൂടെ ഒരു പക്ഷേ ഇന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ശൈലി ആഭിമുഖ്യമായിരുന്നു. എന്നാൽ ഒരു പ്രത്യേകത കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം എങ്ങനെയാണ് ജീവിതം ഉത്സവമാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര കേന്ദ്രീകൃതവും ജനോന്മുഖമായിട്ടുള്ള ഒരു ശൈലിയാണ്. ഈശ്വരനോട് ഏറ്റവും അടുത്ത് ഉള്ള പ്രതിബദ്ധതയും അതേസമയം തന്നെ ആ പ്രതിബദ്ധതയോടൊപ്പം ജനങ്ങളോട് കൂടുതൽ സമയം ചെലവഴിക്കുക എന്ന് അദ്ദേഹത്തിൻ്റെ ധർമ്മമായിരുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ദരിദ്രരെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ സ്വാമിയച്ഛനും ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ട് ജീവിതം തന്നെ സമർപ്പിച്ചു. സത്യത്തിൽ ഈ ദൈവവിളി അനുഭവം അതിന് ഏറ്റവും കൂടുതൽ പ്രേരണയായതാരാണ്? ഏറ്റവും കൂടുതൽ പ്രേരണയായിരിക്കുന്നത് എൻ്റെ അമ്മയാണ്. ഉണ്ണി യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച അന്ന് മുതൽ അമ്മയ്ക്കൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു, ഇനി എന്നാണ് എൻ്റെ മോൻ ഈ ഉണ്ണി യേശുവിനെ കയ്യിലെടുക്കുക. അപ്പോൾ അതിനുള്ള അപ്പന് അതിനോട് മുഴുവൻ സഹകരണം ഇല്ലായിരുന്നുവെങ്കിലും അപ്പൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത തന്നെ പിന്നീട് ഒത്തിരിയേറെ എന്നെ സഹായിച്ചിട്ടുണ്ട്. പലരുടെയും ജീവിതത്തിൽ ദൈവവിളി തിരഞ്ഞെടുക്കുവാൻ വൈദികരുടെയൊക്കെ സഹായങ്ങൾ പലപ്പോഴും ആ ചെറുപ്പ കാലഘട്ടത്തിൽ ലഭിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും അവിടുത്തെ അടവ് വൈദികന്മാർ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഫാദർ എജിജു CMI ആണ് എന്നെ നേരിട്ട് കണ്ട് മോനെ ദൈവവിളി ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് എന്നെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയത്. സെമിനാരിയിൽ അച്ഛൻ പ്രവേശിച്ചപ്പോൾ അന്ന് എത്ര പേര് അച്ഛൻ്റെ കൂടെ സെമിനാരിയിൽ ജോയിൻ ചെയ്തിരുന്നു? ഓർക്കുന്നുണ്ടോ അത്? ഞങ്ങൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 22 പേരുണ്ടായിരുന്നു. ഒരുമിച്ച് ചേർന്നതാണ്. ഒരു ബാച്ചിലുണ്ടായിരുന്നു ഞങ്ങൾ. ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റു. സെമിനാരി പഠനകാലത്തിൽ 10ാം ക്ലാസ്സിൽ തോറ്റു. അപ്പം ഞങ്ങളുടെ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് 10ാം ക്ലാസ് തോറ്റവരെ തിരിച്ചുവിടുക എന്നതാണ് സെമിനാരിയിലെ പാരമ്പര്യം. അപ്പോൾ അച്ഛൻ 9ാം ക്ലാസ് ആയപ്പോൾ സെമിനാരിയിൽ ചേർന്നു. 9ാം ക്ലാസ് പാസ്സായി 10ലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ തോറ്റപ്പോഴേ പോവാനൊക്കെ ഞാൻ ഒരുങ്ങി. എൻ്റെ കൂടെ മാത്രമേ ആ ബാച്ചിൽ 3 പേര് തോറ്റു ഞങ്ങൾ. അപ്പോൾ 2 പേരുടെ